ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൺ. നല്ല ചൂട് സമയമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും തണുത്തതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കും അല്ലേ. അതുപോലെ തന്നെ നോയമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് മധുരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ഐറ്റം തന്നെയാണ് നമ്മളിന്ന് ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ അറിയാമെങ്കിലും നമ്മളിത് ചാനലിലൂടെ ഷെയർ ചെയ്യാണ്. ഫ്രൂട്ട്സ് വിത്ത് കസ്റ്റേർഡാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഫ്രൂട്ട് സാലഡ് വിത്ത് കസ്റ്റേർഡ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ഐറ്റം ആണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം വേറൊരു ഡെസേർട്ട് ഐറ്റം ചെയ്തെടുക്കുന്ന പോലെ അത്ര പാടൊന്നുമില്ല. എളുപ്പത്തിൽ തന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കസ്റ്റേർഡ് പൗഡറും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചൂടുകട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൂട് പാലിൽ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്യരുത്. ചൂട് പാലിൽ നമ്മൾ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മിക്സ് ആവില്ല. പോരാത്തതിന് അത് കട്ടകെട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ തണുത്ത പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് തണുത്ത പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ ചേർക്കുമ്പം ഇതേപോലെ ഇളക്കി മുഴുവനായിട്ട് അത് അലിയാൻ വേണ്ടിയിട്ടാണ് ഇളക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ കട്ടയായിട്ട് തുടങ്ങും. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചൊന്ന് തിക്കായിട്ട് വരുമ്പോഴേക്കും നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ചിലർക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കട്ടിയായിട്ട് പോകാറുണ്ട്. അപ്പോൾ അത് കൂടുതൽ നമ്മൾ കസ്റ്റേർഡ് പൗഡർ ചേർക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ച് കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ നമ്മുടെ ക്രീം, അതായത് കസ്റ്റേർഡ് സെറ്റായാലോ, നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താലേ ഈ ഒരു ഫ്രൂട്ട് സലാഡിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ കിച്ചണിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് അവൈലബിൾ ആണോ അതെല്ലാം നമുക്കിവിടെ എടുക്കാം. ഞാനപ്പോൾ ഇവിടെ മുന്തിരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം എടുക്കാം, അല്ലെങ്കിൽ ഏത് പഴമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ 1 കപ്പ് ഓറഞ്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഈ 4 ഫ്രൂട്ട്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ കസ്റ്റേർഡ് ഉണ്ടാക്കി നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. നേരത്തെ തന്നെ നമ്മളത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രൂട്ട്സിൽ നിന്നുള്ള വെള്ളമൊക്കെ അലിഞ്ഞ് അതൊരു വേറൊരു ടെക്സ്ചറിലേക്കായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നേരത്തെ തന്നെ കസ്റ്റേർഡ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യണത് തൊട്ട് മുമ്പായിട്ട് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കിയാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തു, പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കസ്റ്റേർഡ് ഇട്ട് കൊടുത്തു, വീണ്ടും ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തു, വീണ്ടും കസ്റ്റേർഡ്. അങ്ങനെയാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മൾ വെക്കേണ്ട കാര്യമില്ല. അപ്പോഴും ഈ ഫ്രൂട്ട്സ് ചീത്താവും. നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ കസ്റ്റേർഡും ഫ്രൂട്ട്സും ഇതേപോലെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ആ സമയത്ത് മാത്രം ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് മുമ്പേ തന്നെ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റേർഡും ചീത്തയാവും, ഫ്രൂട്ട്സും ചീത്തയായി പോകും. അപ്പോൾ കസ്റ്റേർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് മാത്രം ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ട് തന്നെ സെർവ് ചെയ്യാം. ഐസ്ക്രീമും മുന്തിരിയും വെച്ച് ഞാനിവിടെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ. താങ്ക്